ചെയ്യുന്ന എല്ലാവരും എന്ന് വെച്ചാൽ പോസ്റ്റ് നൈറ്റിൽ ചെയ്യുമെങ്കിൽ ഹസ്ബൻഡിന് അങ്ങനെ ആരും കൊടുക്കാറില്ല. ഹസ്ബൻഡിനെ കംപ്ലീറ്റ് ചെയ്താണ് ചെയ്യാറ്. ഞങ്ങള് ഹസ്ബൻഡുമാരെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ മദർഹുഡ് എന്നും അല്ലെങ്കിൽ ഫാദർഹുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഒരു പുതിയ ഫേസ് ആണ്. ലൈക്ക് നമ്മുടെ ടീനേജ് പ്രായമോ അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്പേസ് ഒന്നുമല്ല. ഒരു അച്ഛനമ്മ എന്ന് പറയുമ്പോൾ ഒരു പുതിയ റെസ്പോൺസിബിലിറ്റി ആണ്, ഒരു പുതിയ രീതിയിലുള്ള ജീവിതമാണ് അവർ ജീവിക്കാൻ പോകുന്നത്. അവർക്ക് ഒരു പുതിയൊരു അതിഥിയും കൂടാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള കെയർസ് എന്തൊക്കെയാണ് പ്രീനേറ്റലും പോസ്റ്റ് നേറ്റലും പിന്നെ ഇൻഫെർട്ടിലിറ്റി ഇതിന് പറ്റാത്ത പേരൻസിനുള്ള എന്തൊക്കെയാണ്? അതാണ് ഈ പോസ്റ്റ് നേറ്റൽ ട്രീറ്റ്മെന്റ് എനിക്കൊന്നും ഇപ്പോൾ ഭയങ്കര കോമൺ അല്ലേ. എനിക്കൊന്ന് എല്ലാവരും കാണുന്നുണ്ടാവും പോസ്റ്റ് നേറ്റലിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാര്യം പ്രസവരക്ഷ ആയുർവേദത്തിൽ പണ്ടോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഇപ്പോൾ കോമണുമാണ്. സോ നമ്മളും ഇത് ചെയ്യുന്നുണ്ട്. ഓഫ്കോഴ്സ് കുഞ്ഞിനും അമ്മയ്ക്കുമുള്ള ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നൊരു ഡയറ്റ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതിലൊരു പുതുമയില്ല. പിന്നെ പ്രീനേറ്റലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചധികം ലൈക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രീനേറ്റൽ. കാര്യം ഈ പോസ്റ്റ് നേറ്റൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീനേറ്റൽ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെജോറിറ്റി ലേഡീസും അവർ വർക്കിംഗ് ആണ്. അപ്പം ഒബ്വിയസ്ലി അവരൊരു ഹെവി ലോഡ് ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരെ ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ഇമോഷണലി സപ്പോർട്ട് ചെയ്യണം, ഹെൽത്ത് വൈസ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, റിലാക്സ് ആക്കണം. ആ ഒരു കൺസെപ്റ്റിലാണ് സത്യം പറഞ്ഞാൽ പ്രീനേറ്റലിലേക്ക് ഞങ്ങൾ ശ്രദ്ധ തിരിക്കുന്നത് തന്നെ. അങ്ങനെയാണ് പ്രീനേറ്റൽ കുറച്ചും കൂടെ അവരുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യുക, റിലാക്സ് ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രീനേറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രീനേറ്റൽ നമ്മൾ ഈവൻ ഒരു ഫസ്റ്റ് ട്രിമസ്റ്റർ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അവരെ ആ ഒരു ജേർണി അവരുടെ ഡെലിവറി വരെ കൊണ്ടെത്തിച്ച് അതിന് ശേഷമാണ് നമ്മൾ മോസ്റ്റ്ലി അവരുടെ തന്നെ പോസ്റ്റ് നേറ്റൽ കണ്ടിന്യൂ ചെയ്ത് പോയി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഹെൽത്തി ഡയറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. ഹെൽത്തി ആയിട്ട് അവരുടെ വെയിറ്റ് ലൈക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വെയിറ്റ് ഗെയിൻ വേണം നമ്മൾ പ്രഗ്നൻസിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ അത് വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അതേപോലെ സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബി പിയിൽ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ പ്രഗ്നൻസി ടൈമിൽ വരുന്ന ബി പി വേരിയേഷൻ ഡെലിവറി ടൈമിൽ അവർക്കത് കോംപ്ലിക്കേഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, ഈ എക്ലാംസി പ്രീ എക്ലാംസി എന്നൊക്കെ പറയും. ഇത് ഈ ഡെലിവറി ടൈമിൽ അമ്മയ്ക്ക് ബി പി കൂടുന്നത് കൊണ്ട് ഡെലിവറിയിൽ വരാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അത് കുഞ്ഞിൻ്റെ ഹെൽത്തിനൊക്കെ ബാധിക്കും. അപ്പം ഇതൊക്കെ നമുക്ക് ഈ ആദ്യമേ തൊട്ട് തുടങ്ങുന്ന കുഞ്ഞു കുഞ്ഞു ശിരോധാരയിലും കുഞ്ഞു ട്രീറ്റ്മെൻറ്റ് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ആ കോംപ്ലിക്കേഷനിലേക്ക് പോവില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് രണ്ടും കഴിഞ്ഞാണ് ഞങ്ങൾ ഈ പറഞ്ഞ കൺസെപ്റ്റ്. അമ്മയായവരെയും നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ട് അമ്മയാകാൻ പറ്റാത്തവരെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ജനനി അങ്ങനെ ഒരു ടേമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവന്ന് ചെയ്തത്. അപ്പം അത് ഞാൻ സമയ ഡോക്ടറെ കൊണ്ടുള്ള കമ്പൈൻഡ് ഒരു എഫേർട്ടാണത്. അപ്പോൾ ജനനിയിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല റീസൺസും ഉണ്ട്. ഒരാളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറലിയും ഫങ്ഷണലിയും ഉണ്ടാകുന്നത്. ഇപ്പം ഓവറി എടുത്തു കഴിഞ്ഞാൽ ഓവറിയുടെ സ്ട്രക്ചറിനുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. എന്നാൽ ഓവറി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഇഷ്യൂസ് വരുന്നല്ലേ. ഇങ്ങനെ പലതരം ഇഷ്യൂസ് കാണാം. അപ്പം ആയുർവേദത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കേസുകളുണ്ട്. നമ്മളെല്ലാം എടുത്ത് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ നമ്മളൊരു കേസിനെ പഠിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റുകളായിട്ട് ചെയ്യുന്നുണ്ട്, ഇൻറ്റേർണൽ ട്രീറ്റ്മെൻറ്റുകളായിട്ട് ചെയ്യുന്നുണ്ട്. ഡയറ്റ് ഓഫ്കോഴ്സ് കൊടുക്കുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അവരുടെ ആക്ടിവിറ്റീസിനെയൊക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ലേഡിക്ക് മാത്രമല്ല എന്നുള്ളതാണ് അടുത്ത ഹൈലൈറ്റ്. പൊതുവെ എല്ലാവരും ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ വൈഫ് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വാ. അതിനേക്കാട്ടിലും കൂടുതൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് അത് കപ്പിൾ കൺസൾട്ടേഷനാണ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത്. രണ്ടുപേരും യൂഷ്വലി ഇവരെല്ലാവരും ഇപ്പം നമ്മുടെ ആയുർവേദ ക്ലിനിക്സ് ചെയ്യുന്ന എല്ലാവരും എന്ന് വെച്ചാൽ പോസ്റ്റ് നൈറ്റിൽ ചെയ്യുമെങ്കിൽ ഹസ്ബൻഡിന് അങ്ങനെ ആരും കൊടുക്കാറില്ല. ഹസ്ബൻഡിനെ കംപ്ലീറ്റ് ചെയ്താണ് ചെയ്യുക. ഞങ്ങൾ ഹസ്ബൻഡുമാരെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെയും വിളിക്കും. സോ കാര്യം രണ്ടുപേർക്കും പറയാൻ കൺസേൺസ് ഉണ്ടാവും. സത്യമായിട്ട് മടി കാണും കേട്ടോ, ഉള്ളത് പറയാലോ. ലൈക്ക് പല ആൾക്കാർക്കും ഡിസ്ക്ലോസ് ചെയ്യാൻ മടിയുള്ളവരുണ്ട്, അങ്ങനെയൊക്കെ. പക്ഷേ ഒരു 1-2 സിറ്റിങ്ങിലൊക്കെ അവർ നമ്മളോട് കംഫർട്ടബിൾ ആകും. അപ്പം അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ റിപ്പോർട്ട്സ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ എല്ലാത്തിനകത്ത് പരമാവധി കറക്ഷൻസ് പറഞ്ഞല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അത് ലേഡീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ, എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് ഓവർ വെയിറ്റ് ആണെങ്കിൽ അത് കുറയ്ക്കാൻ, യൂട്രസിൻ്റെ ഫംഗ്ഷൻ കൂട്ടാൻ, അതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സർക്കുലേഷൻ കൂട്ടാൻ അവരുടെ ബോഡിയിലെ, അതേപോലെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ, അതേപോലെ സ്ട്രെസ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ലേഡീസിനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ ജെൻസിനെ സംബന്ധിച്ചിട്ടും ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ്, സ്ട്രെസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രീറ്റ്മെൻറ്റും അതേപോലെ ഇൻറ്റേർണൽ മെഡിക്കേഷനും മേ ബി ആവശ്യമാണെങ്കിൽ ഇതൊക്കെ വെച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്ത് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റിന് വരികയും ഈവൻ അവരുടെ ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ചേഞ്ചസ് നോട്ട് ചെയ്തിട്ടുള്ള കപ്പിളൊക്കെ ഉണ്ട് നമുക്ക്. ലൈക്ക് അവർ ഭയങ്കര താങ്ക്ഫുള്ളാണ് നമ്മുടെ അടുത്ത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനനി നമ്മുടെ ഒരു പ്രസ്റ്റീജ് പ്രോഗ്രാമാണ്. അത് നല്ല രീതിക്ക് നടന്നു പോകുന്നുണ്ട്. സോ അങ്ങനെ